പാർലമെന്റിലെ ഇപ്പം അധികം പ്രസംഗങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ശ്രദ്ധിച്ച കഴിഞ്ഞ തവണ തോന്നുന്നു ഞാൻ പ്രസംഗം കഴിയുമ്പോഴത്തേക്ക് തന്നെ കോമറേഡിന് മെസ്സേജ് അയച്ചിരുന്നു, ഗംഭീര. കേരളം ഇന്ത്യയിലല്ലേ എന്നുള്ളതായിരുന്നു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ചോദ്യം. പ്രസംഗിച്ചൊക്കെ സഭയിൽ സജീവമായി നിൽക്കുമ്പോൾ BJP-ക്കാര ആയിട്ടുള്ള എംപിമാരിൽ നിന്ന് ലഭിക്കുന്ന ഒരു മറുപടി എന്താ പൊതുവെ? അല്ല, നമ്മളിപ്പോൾ പ്രസംഗം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐഡിയോളജി, നമ്മുടെ ഒരു നിലപാട്, നമ്മുടെ വ്യൂ പോയിൻ്റൊക്കെയാണ്. പക്ഷേ നല്ല ബോധവും ബുദ്ധിയൊക്കെ ഉള്ള BJP-ക്കാർക്ക് അതിനോട് ഭയങ്കര സന്തോഷവും മതിപ്പാണ്. എന്താ കാരണം വെച്ചാൽ ഈ സർക്കാരിനെതിരെ, ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ് BJP എംപിമാരും. അവർ പുറമേക്ക് സർക്കാരിനെ ഇങ്ങനെ ന്യായീകരിക്കുമെങ്കിൽ പോലും ഒരു എക്സിക്യൂട്ടീവ് അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി ആരെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ എന്ന് ചിന്തിക്കുന്നവരാണ് അപ്പുറത്തുള്ളവർ. അങ്ങനെയുള്ള സംസാരം കുറഞ്ഞു പോകുന്നു എന്നാണ് പലപ്പോഴും BJP-ക്കാരുടെ പരാതി. പിന്നെ എനിക്കറിയാം കൃത്യമായിട്ട്, നമ്മളിപ്പോൾ ഒരു മന്ത്രിയോട് വളരെ കർക്കശമായിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ മറ്റു മന്ത്രിമാരുടെ മുഖത്തൊക്കെ ഒരു പുഞ്ചിരി വിടുന്നത് കാണാം. അത് സ്വാഭാവികം. എന്താ കാരണം എന്ന് വെച്ചാൽ അവരവരുടെ കാര്യം നോക്കുകയുള്ളൂ. മറ്റു മന്ത്രിമാരെ കൃത്യമായിട്ട് ഗ്രില്ല് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ടെന്നുള്ളതാണ്. ഇപ്പം ചെയർ തന്നെ, ഇപ്പം രാജ്യസഭ അധ്യക്ഷൻ തന്നെ പലപ്പോഴും അദ്ദേഹം ഒരു പുഞ്ചിരിയിലൂടെ പ്രോത്സാഹിപ്പിക്കുന്ന ഞാൻ കാണുന്നത്. അതെ, ഉദാഹരണം എനിക്ക് 2 മിനിറ്റ് അധികം തരും സംസാരിക്കാൻ വേണ്ടി. ഈ 2 മിനിറ്റ് നമ്മൾ ഗവൺമെന്റിനെതിരെ തന്നെ ഉപയോഗിക്കുക എന്നുള്ള കാര്യം അങ്ങേർക്ക് അറിയാത്തതുകൊണ്ടൊന്നല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പൊതുവേ നമ്മുടെ ഒരു ജനാധിപത്യ കൾച്ചർ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ അപ്പുറത്തും ഉണ്ട്. അവർ ഭയങ്കരമായിട്ട് ഗവൺമെന്റിന് വേണ്ടി ഇങ്ങനെ ശബ്ദം ഉയർത്തി ഇങ്ങനെ മറ്റുള്ളവരെ മുഴുവൻ അടിച്ചമർത്തുക എന്നുള്ളതല്ല. സംസാരിക്കും, ബഹളമൊക്കെ ഉണ്ടാവും അവിടുന്ന്, പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ വളരെ സൗഹൃദമാണ്. അല്ല, ഈ പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ജോൺ ബ്രിട്ടാസ് സംസാരിക്കുമ്പോൾ മാത്രം അധ്യക്ഷനായിട്ടിരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു ഫേവർ പോലെ പലപ്പോഴും നമുക്ക് ഫേവറൊന്നുമില്ല. അതൊക്കെ അല്ല, പക്ഷേ പൊതുവേ എനിക്ക് ഞാൻ വന്ന് തുടക്കം തന്നെ അന്ന് വെങ്കയ്യ നായിഡുവാണ്. യഥാർത്ഥത്തിൽ അങ്ങേർക്ക് ഒരു ആവശ്യമില്ല. എൻ്റെ ഒരു മേഡൻ സ്പീച്ചിനെ പുള്ളി പരസ്യമായിട്ട് അഭിനന്ദിച്ചു. അത് സഭയ്ക്കുള്ളിൽ ഇങ്ങനെ അഭിനന്ദിക്കുന്നതൊക്കെ സ്വാഭാവികമാണ്, വെൽ ഡൺ, ഗുഡ് സ്പീച്ച് എന്നൊക്കെ പറയും. പക്ഷെ പുള്ളി ഒരു പബ്ലിക് ഫംഗ്ഷനിൽ എൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് ആ സ്പീച്ച് ഗംഭീരമായിരുന്നു, വണ്ടർഫുൾ എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ ഒരു സൗമനസ്യമൊന്നും മൂപ്പരനോട് കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പൊതുവേ തുടക്കം പോലെ തന്നെ എനിക്കൊരു സൗമനസ്യം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗവൺമെൻറ്റുമായിട്ട് ഒത്തുകളിക്കുകയോ അതല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ മയപ്പെടുത്തുകയോ നമ്മളെ പരുവപ്പെടുത്തുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നിക്ഷിപ്തമായിട്ടുള്ള ജോലി അങ്ങ് ചെയ്യുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ നല്ലതെന്നുള്ള അഭിപ്രായക്കാരനാണ്. അത് കൃത്യമായിട്ട് ചെയ്യുക. അത് റെസ്പെക്ട് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനും ആൾക്കാരുണ്ടാവും. അത് ഒരുപക്ഷെ നമ്മുടെ എതിർപക്ഷത്തുള്ള ആൾക്കാർക്ക് തന്നെ അതിനോടൊരു താല്പര്യം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു അനുഭവം. എൻ്റെ ഒരു 4 വർഷത്തെ അനുഭവം കൊണ്ട് ഞാൻ പറയാം കേട്ടോ. അല്ല, ഈ രാജ്യസഭ അംഗമായിട്ട് CPM ഇങ്ങോട്ടേക്ക് അയക്കുന്നതിന് മുൻപ്, കുറേ മുൻപ് ദേശാഭിമാനിയിലും കൈരളിലൊക്കെ ആയിട്ട് രാജ്യസഭയും ലോക്സഭയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പത്രപ്രവർത്തകൻ ഒരു പാസ്സായിട്ട് പാർലമെന്റിലേക്ക് കയറിപ്പോയ കാഴ്ചയൊക്കെ അന്നുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്. അപ്പം അന്ന് കണ്ടൊരു സഭയും അതിൻ്റെ രീതികളൊക്കെ അത് ശരിക്കും ഗുണം ചെയ്തോ ഇപ്പോൾ MP ആയി നിൽക്കുമ്പോൾ? അനൂപ്, എനിക്കത് ഗുണം ചെയ്തെന്ന് മാത്രമല്ല, എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ ഒരുപാട് വിചിന്തനങ്ങൾ അത് ഒരുപക്ഷെ ഇടവരുത്തുന്നുമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ അന്നത്തെ പാർലമെൻറ്റിനൊരു ഗാംഭീര്യമുണ്ട്. ഒരുപക്ഷെ നമ്മളിപ്പോൾ ഉള്ളിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഗാംഭീര്യം തോന്നാത്തതായിരിക്കാം. പക്ഷെ അന്നൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികൾ, ജോർജ് ഫെർണാണ്ടസ്, മധു ബന്ദോപാധ്യായ, സോമനാഥ് ചാറ്റർജി, ഇന്ദിര ഗുപ്ത, നമ്മുടെ KP ഉണ്ണികൃഷ്ണൻ, ഞാനൊക്കെ വന്ന സമയത്ത് പ്രഗത്ഭമതികൾ, AB വാജ്പേയി, LK അദ്വാനി, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാണെന്ന്. രാജീവ് ഗാന്ധിനെയൊക്കെ നമ്മളിങ്ങനെ നേരിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പം ആ കാലഘട്ടത്തെ ചന്ദ്രശേഖർ, ആ കാലഘട്ടത്തെ ഒരു ഡിബേറ്റിൻ്റെ ഒരു നിലവാരമുണ്ടല്ലോ, ആ നിലവാരമൊക്കെ ഒരു പക്ഷേ എൻ്റെ മനസ്സിലുണ്ട്. അന്നത്തെ ഓരോ ഡിബേറ്റുകൾ പോലും എൻ്റെ മനസ്സിലുണ്ട്. ഞാനന്ന് 22 വയസ്സേ ഉള്ളൂ, കഷ്ടി 22 വയസ്സെന്ന് പറഞ്ഞാൽ അറിയാലോ. ആ 22 വയസ്സിൽ ഞാൻ വരുമ്പോൾ വലിയൊരു ലോകത്തേക്ക് വന്നപ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു കൗതുകം ഉണ്ടല്ലോ, ആ കൗതുകം എന്നെ ഒരുപക്ഷെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു. പക്ഷെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇന്നത്തെ പാർലമെൻറ്റ് കുറച്ച് ശുഷ്കമായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ എന്നാലും നല്ല ഡിബേറ്റുകൾ പാർലമെന്റ് നടക്കാറുണ്ട്. പ്രത്യേകിച്ച് രാജ്യസഭയിലൊക്കെ നല്ല ഡിബേറ്റ്സ്, രാജ്യസഭയിൽ പിന്നെയും ചർച്ച നല്ല കനമുള്ള കാണുന്നത്. ഈ ബില്ലുകളൊക്കെ വരുന്നു, അപ്പോഴത്തേക്ക് പ്രതിപക്ഷം പ്രതിഷേധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. 150 പ്രതിപക്ഷ അംഗങ്ങൾ സസ്പെൻഡ് ചെയ്തൊരു സഭയിൽ വെച്ചിട്ട് രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് പാസ്സാക്കിയെടുത്ത ഒരു ഗവൺമെൻറ് ആണുള്ളത് എന്നുള്ള ആ ഒരു ഗവൺമെൻറ് നിൽക്കുമ്പോൾ രാജ്യസഭ അംഗമാവുന്നത് ശരിക്കും
ഞാനത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രസംഗിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പണ്ട് കണ്ട ഒരു പാർലമെൻറ്റിൻ്റെ ഒരു പെയിൽ ഷാഡോ, ഒരു മങ്ങിയ നിഴല് മാത്രമാണ് ഇപ്പം എൻ്റെ മുമ്പിലുള്ളത്. മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പ്രഗത്ഭമതികളെക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഈ പാർലമെൻറ്റിനെ കണ്ടയാളാണ് ഞാൻ എന്ന് ഞാൻ പറയും. എന്നാ കാരണം എനിക്ക് 3 ഡയമെൻഷനില്ല, പുറത്തു നിന്ന്, മുകളിൽ നിന്ന്, താഴെ നിന്ന്. അപ്പോൾ 3 ഡയമെൻഷനിലായിട്ട് പാർലമെൻറ്റിനെ കണ്ട ഒരു മെമ്പർ ഒരു പക്ഷേ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്ന് പാർലമെൻറ്റിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും ഞാനിത് പറയുന്നുണ്ട്. പിന്നെ അന്നത്തെ പ്രസ് ഗാലറികളിലൊക്കെ അനൂപ് അത് നിറഞ്ഞ് കവിഞ്ഞിരുന്നു. ഇന്ന് നമ്മുടെ പത്രക്കാർ മുഴുവൻ ടെലിവിഷനെ ആശ്രയിച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് അവിടെ ഫുൾ ടൈം നിയന്ത്രണങ്ങളുണ്ട് അകത്ത് കയറാൻ. അന്ന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞാനൊക്കെ ഇപ്പം നമ്മുടെ പഴയ പാർലമെന്റില്ലേ, ആ പാർലമെന്റിന്റെ പോർച്ചിനോട് ചേർന്ന് സ്കൂട്ടർ അവിടെ പാർക്ക് ചെയ്തിട്ട് ചാടി കയറി പോവാ. ഏത് നോക്ക്, നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്ക്. ഞാൻ ഉള്ളിലേക്ക് കയറുന്നു. അപ്പൊ ആകെ ഈ സ്കൂട്ടറിന്റെ മുമ്പിൽ ഒരു ബജാജ് സൂപ്പർ സ്കൂട്ടർ അടിക്കണ്ടായിരുന്നു. എൻ്റെ നമ്പർ പോലും എനിക്ക് ഓർമ്മയുണ്ട്, 6815. എനിക്ക് ആകെ ഓർമ്മയാണ്. അതിനുശേഷം എന്തെല്ലാം വണ്ടികൾ നമ്മൾ മേടിച്ചു, പല വണ്ടികൾ ഉപയോഗിച്ചു. പക്ഷെ എനിക്കിപ്പോഴും ആകെ മനസ്സിലുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് ബജാജ് സൂപ്പർ 6815. അതിന് മുമ്പിൽ അതെന്താ കാരണം, ആ വണ്ടി അന്ന് MB കോട്ടയിൽ MA ബേബിയുടെ പേരിൽ മേടിച്ച വണ്ടിയാണ് ഞങ്ങൾ. അപ്പോൾ ആ വണ്ടിയുടെ നമ്പർ എനിക്ക് ഓർമ്മയുണ്ട്. അതവിടെ കൊണ്ട് സ്റ്റാൻഡിലേക്ക് തട്ടിയിട്ട് പെടാന്ന് പറഞ്ഞ് കയറി പോവുക. ഇന്ന് MPമാർക്ക് പോലും അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടുന്ന് എത്രയോ ദൂരമാണ് MPമാരുടെ വണ്ടി പാർക്ക്. അപ്പോൾ ആ ഒരു വളരെ ഇൻഫോർമലായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ പത്രപ്രവർത്തനം തുടങ്ങിയത്. ആദ്യം മിനിസ്ട്രിയിലൊക്കെ പോകുമ്പോൾ പാസ്സൊന്നും ചോദിക്കില്ല, പത്രക്കാരനാന്ന് പറഞ്ഞാൽ എത്തും അക്ബർ വാലായ എന്ന് പറഞ്ഞാൽ ആവും. പിന്നെ ആകെയുള്ള നമ്മുടെ കയ്യിലൊരു സ്പൈറൽ നോട്ട് ബുക്ക് ഉണ്ടാവും. സ്പൈറൽ നോട്ട് ബുക്ക് കുഞ്ഞ് അറച്ച് അതാണ് പത്രക്കാരുടെ ഐഡന്റിറ്റി, ആ സ്പൈറൽ നോട്ട്. അപ്പൊ നമ്മൾ ഈ സെക്യൂരിറ്റിക്കാരുടെ മുമ്പിൽ നമ്മൾ ഈ സ്പൈറൽ നോട്ട് ബുക്ക് ഒന്നിങ്ങനെ അടിച്ചു കാണിക്കും. പിന്നെ പോലീസുകാരൻ നമ്മളെ പിടിച്ചാൽ തന്നെ ഏറെ അക്ബർ വാലായ സാത് സാത് കാം കർണ വാലായ, ഒരുമിച്ച് ജോലി ചെയ്യേണ്ടവരല്ലേ നമ്മള് എന്നൊരു ഡയലോഗ് അടിച്ചു. ചലോ പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ പത്രക്കാരെന്ന് പറഞ്ഞാൽ 2 അടി കൂടെ കൊള്ളും. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയത് കേട്ടാ, അങ്ങനെ പറയാൻ പറ്റില്ല. ഈ MP ആയതിനു ശേഷമാണല്ലോ മറ്റേ പ്രാണപ്രതിഷ്ഠ നടക്കുന്നവിടെ. പക്ഷെ അന്ന് ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഖാവും മറ്റു കുറേ പത്രക്കാരെ കൂടെ പോയ കഥകൾ നമ്മൾ കേൾക്കുകയും കാണുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് ബാബറി മസ്ജിദ് തകർക്കപ്പെടും, അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. അത് ബാബറി മസ്ജിദ് കർസേവകർ അല്ലെങ്കിൽ ഈ സംഘപരിവാർ നിയോഗിച്ച ആളുകൾ തകർത്തതിന് ശേഷം അവിടെ ഒരു ക്ഷേത്രം പണിത് അവിടെ ഒരു പ്രാണപ്രതിഷ്ഠ, നമ്മൾ അത് ആ ഭാഷ മാറ്റിയിട്ട് ഉദ്ഘാടനം എന്നുള്ള വാക്ക് പ്രയോഗിച്ചാൽ ആ ഉദ്ഘാടനം നടക്കുമ്പോൾ പോകണമെന്ന് തോന്നിയിരുന്നോ, കാണണമെന്ന് തോന്നിയിരുന്നോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുന്നത് തർക്കപ്പെടുന്നത് 992 ഡിസംബർ 6-നാണ്. പക്ഷേ 89 മുതൽ ഞാൻ ഈ അയോധ്യയിൽ നിരന്തരമായി പോയിക്കൊണ്ടിരുന്ന 89-ലാണ് രാജീവ് ഗാന്ധിയുടെ അവസാന കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ബൂട്ടാ സിംഗ് ആണ് ആഭ്യന്തരമന്ത്രി, ഒരു തർക്കഭൂമി രാത്രിയിൽ ഒരു വിജ്ഞാപനത്തിലൂടെ തർക്കരഹിത ഭൂമിയായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ശിലാന്യാസ് അവിടെ നടക്കുന്നു. ആ ശിലാന്യാസ് പങ്കെടുക്കാൻ മുതൽ ഞാനവിടെ പോകുന്നുണ്ട്. അപ്പോൾ 89, 90, 91 ഈ വർഷങ്ങളിലെല്ലാം അവിടെ സംഭവ ബഹുലമാണ്. അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ, വെടിയേക്കുന്നു ആൾക്കാർ, മുലായം സിംഗിൻ്റെ ഗവൺമെൻറ്, അങ്ങനെ അയോധ്യ കലുഷിതമാണത്. അത് ദേശീയ രാഷ്ട്രീയത്തിൽ. പിന്നെ 89-ലെ ഇലക്ഷനിലും UP വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നുവെച്ചാൽ കോൺഗ്രസിന് അടിപതർന്ന് അവിടെയാണ് ജനതാദളിൻ്റെ ഒരു വരവ്, ആവിർഭാവം. VP സിംഗ് അലഹബാദിൽ നിന്ന് വരികയാണ്. അപ്പം UP ആണ് അതിൻ്റെ ഏറ്റവും വലിയ കോട്ട. അപ്പം VP സിംഗിൻ്റെ കൂടെ നമ്മളിങ്ങനെ യാത്രയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങളും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വാചകങ്ങൾ തന്നെ എൻ്റെ മനസ്സിലിപ്പോഴും ഉണ്ട്. അതായത് എനിക്കൊന്നും ലക്നൗവിലാണോ റായ്ബറയിലാണോ എവിടെയൊക്കെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ദരിദ്രരുടെ കണ്ണിലെ കണ്ണുനീർ ആസിഡാകുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. ആ കണ്ണുനീർ ഇറ്റ് വീഴുമ്പോൾ അത് ഉരുക്കിക്കളയും, നിങ്ങൾ ഭരണാധികാരികൾ കരുതിയിരിക്കുക എന്ന് പറഞ്ഞൊരു പ്രസംഗമുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അതൊക്കെ ഒരു വലിയ വേവാണ് സൃഷ്ടിച്ചത്. അപ്പം 92-ലെ ഈ ഡിസംബർ 6-ന് ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടായത് ഭാഗ്യമാണോ നിർഭാഗ്യമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു പത്രപ്രവർത്തന നിലയിൽ ഭാഗ്യമാണ്. പക്ഷെ ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ നിർഭാഗ്യം പിടിച്ച ദിനമായിട്ടാണ് കാണുന്നത്. പക്ഷേ അനൂപ് ചോദിച്ച പോലെ ഞാനൊരിക്കലും അത് തകർക്കപ്പെടുമെന്ന് വിചാരിച്ചില്ല. എന്താ കാരണം, നമ്മൾ ചിന്തിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രതീകമായിട്ടുള്ള 500 വർഷം ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്ന ഒരു ബാബറി മസ്ജിദ് തകർക്കപ്പെടുമോ? അതൊക്കെ തകർക്കാൻ പറ്റുമോ?
ഇതിൻ്റെ ഒരു പ്രതീകമല്ലേ നമ്മുടെ രാജ്യത്ത്. നമ്മുടെ രാജ്യത്തിൻ്റെ. അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഞാൻ എഴുതിയ വരികൾ തന്നെ എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് കിടപ്പുണ്ട്. അതായത് വളരെ പുലർവേള ഈ ഇരട്ട നഗരമായിട്ടുള്ള ഫൈസാബാദിൽ നിന്ന് ഒരു അംബാസഡർ കാറിൽ തിങ്ങി നിറഞ്ഞ് ഞങ്ങൾ ഏതാനും പത്രപ്രവർത്തകർ ഈ കോടമഞ്ഞിനെ, ശൈത്യമാണല്ലോ ഡിസംബർ 6 ശൈത്യത്തെ ഇങ്ങനെ വകഞ്ഞു മാറ്റി ആ മഞ്ഞിലിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾ നിശബ്ദരാണ്. പക്ഷെ ഒരിക്കലും മതനിരപേക്ഷ ഭാരതത്തിന് ചരമക്കുറിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ആ യാത്രയെന്ന് ഞാൻ നനച്ചിരുന്നില്ല. പിന്നീടാണ് സ്വാഭാവികമായിട്ടും, പിന്നെ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ അർദ്ധസേനയൊക്കെ അപ്പുറത്ത് സരയൂ നദിക്കരയിൽ ഇങ്ങനെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പട്ടാളക്കാരും അർദ്ധസേനയും ഒക്കെ ഇങ്ങനെ പോലീസും ഒക്കെ ഇങ്ങനെ സന്നാഹം അടിച്ച് നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതും ഈ 500 years അതും ഇന്ത്യയുടെ ഇതിൻ്റെ പ്രതീകമായി മാറിയിട്ടുള്ള ഒരു സംഭവം മാറുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഷോക്കായിരുന്നു. പക്ഷെ ഇന്ത്യ ഇരുണ്ടു തുടങ്ങി, ഇന്ത്യ മാറി തുടങ്ങി. ഒരു കേരളത്തിൽ നിന്ന് ഞാൻ മനസ്സിൽ കൊണ്ടുവന്ന ഇന്ത്യ എന്ന ആശയം അവസാനിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞൊരു വേളയാണ്. ഒരു പക്ഷേ ഒരു പ്രവചനതുല്യമായിട്ടുള്ളൊരു വാക്കുകളാണ്. പിന്നീട് നടന്ന എല്ലാ സംഭവങ്ങളും ഇന്ത്യയെ ഇങ്ങനെ ഇരുണ്ടതാക്കുന്നു. പിന്നീട് ഈ വർഗീയ കലാപങ്ങൾ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് എത്രയോ വർഗീയ കലാപങ്ങൾ നടന്നു യു പിയിൽ തന്നെ. അപ്പോൾ ഈ നമ്മളൊക്കെ അന്ന് നമ്മൾ ചെറിയ വയസ്സായതുകൊണ്ട് ഇതിനൊക്കെ പോവുക. അന്നത്തെ കാലത്ത് നമ്മൾ തലസ്ഥാനത്തേക്ക് വളരെ കുറവാണ്. ഇങ്ങനെ യാത്രയാണ്. ഏതെങ്കിലും തീവണ്ടിയുടെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറുക, പോവുക, ഏതെങ്കിലും UP ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി പോവുക. അപ്പോൾ ഈ കബന്ധങ്ങളുടെ മുകളിലൂടെയൊക്കെയുള്ളൊരു യാത്രയാണ് ഈ ചോരച്ചാലുകളിലൂടെ. അപ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നൊരു സംഭവം. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഈ ഉദ്ഘാടനം നടക്കുമ്പോൾ, പുതിയ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ അതും ഒരു ചരിത്ര സംഭവമാണല്ലോ ഉറപ്പായിട്ടും. അപ്പം അത് കാണണം. ഞാൻ അത് തകർക്കുന്നതിന് ഞാൻ സാക്ഷിയാണ്. അപ്പം ഈ ഉദ്ഘാടനത്തിന് ഞാൻ സാക്ഷിയാവണം. എനിക്കത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് പോയി നേരിട്ട് കാണണമെന്ന് തോന്നിയോ എപ്പോഴെങ്കിലും? എനിക്ക് തോന്നിയിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ആ ഒരു ക്ഷേത്ര, ഇപ്പം നമുക്ക് ഓരോരുത്തരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണമെന്നും അതിനുവേണ്ടി പോരാടിക്കണമെന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ. പക്ഷേ അതൊരു രാഷ്ട്രീയ പരിപാടിയായി മാറി എന്നുള്ള ചിന്തയാണ് എനിക്ക്. മാത്രമല്ല ശരാശരി വിശ്വാസിക്ക് പോലും അത് ഇഷ്ടപ്പെട്ടില്ല. എന്താ കാരണം വെച്ചാൽ അംബാനിയും അദാനിയും ബോളിവുഡിലെ താരങ്ങളൊക്കെ അവിടെ സന്നിഹിതരായപ്പോൾ അത് കേവലപരമായിട്ടൊരു വിശ്വാസത്തിൻ്റെ ധാരയ്ക്കപ്പുറത്തൊരു വലിയൊരു മാർക്കറ്റിംഗ് ഇവൻ്റായിട്ട് മാറി എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ആ നിമിത്തം എൻ്റെ പാർലമെൻറ്റിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രസംഗത്തിനത് ജന്മം നൽകി. ആ പ്രസംഗം വൈറലായിപ്പോയി. ആ പ്രസംഗം ഇതാണ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് പ്രധാനമന്ത്രിയുടെ കടമ ദൈവത്തിന് പ്രാണം കൊടുക്കുക, നിങ്ങളുടെ രാമൻ ഞങ്ങളുടെ രാമൻ. അത് മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ പൗരന് പ്രാണം കൊടുക്കലാണ്. നിങ്ങൾ പ്രധാനമന്ത്രിയാണെങ്കിൽ നിങ്ങൾ മണിപ്പൂരിലേക്ക് പോയിട്ട് അവിടെയുള്ള സാധാരണക്കാർക്ക് പ്രാണം കൊടുക്കണം. അതല്ലാതെ ദൈവങ്ങൾക്ക് പ്രാണം വേണ്ട. ദൈവങ്ങൾ നിങ്ങൾക്കാണ് പ്രാണം തരേണ്ടത്. അതാരും ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ആ സംഭവം എൻ്റെ മനസ്സിൽ ഒരുപാട് വികാര വിക്ഷോഭം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രസംഗിക്കേണ്ടി വന്നത്. ഈ ശ്രീരാമനെ മുൻനിർത്തിയുള്ള ഒരു പ്രസംഗം എനിക്ക് നടത്തേണ്ടി വന്നത് ഒരുപക്ഷെ 989 മുതൽ അയോധ്യയുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം, ആ താതാത്മ്യം പ്രാപിക്കലിൻ്റെ ഭാവം കൂടിയായിട്ടാണ് വന്നത്. വളരെ കാലത്തെ അനുഭവമാണ് യഥാർത്ഥത്തിൽ വന്നത്. അതെ, അതെനിക്ക് തോന്നുന്നു BJP-ക്കാർ പോലും അപ്രീഷിയേറ്റ് ചെയ്ത പ്രസംഗമാണ് അത്. പല ഞാൻ വിദേശത്തു നിന്നുള്ള പല ചാനലുകളിലും അത് റൂട്ടിലും പിന്നെ AP-യിലും BBC-യിലൊക്കെ അതിങ്ങനെ ഞാൻ കണ്ടത്. അതായത് അവർ റാം ഈസ് ആ റാം നിങ്ങളുടെ റാമല്ല, യു ഹാവ് എ റാം ദാറ്റ് ഈസ് നാദു റാം. അപ്പോൾ അതൊക്കെ വളരെ ഒരുപക്ഷെ എൻ്റെ ഈ 3-3.5 പതിറ്റാണ്ടിലേറെ അയോധ്യയുമായിട്ടുള്ള എൻ്റെ ഒരു തീക്ഷ്ണമായ ബന്ധത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് വേണമെങ്കിൽ അതിനെ കാണാൻ പറ്റും. അതല്ലേ ഞാൻ അങ്ങനെ സംസാരിക്കില്ല അത്രയും തീവ്രമായിട്ട്.